പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗം. പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയപ്പോൾ എല്ലാവർക്കും സങ്കടമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനോട് പറഞ്ഞു, നമുക്ക് ഉമ്മു ഐമന്റെ വീടൊന്ന് സന്ദർശിക്കാം. നബി അവരെ എപ്പോഴും കാണാൻ പോകുമായിരുന്നല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും ഉമ്മു ഐമന്റെ അരികിലെത്തി. അപ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ കരയുകയാണ്. പ്രവാചകന്റെ വിയോഗത്തിൽ കരയുകയാണ്. അതുകൊണ്ട് സിദ്ദീഖും ഉമറും ചോദിച്ചു, ഉമ്മു ഐമൻ, നിങ്ങൾ എന്തിന് കരയണം? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്കല്ലേ പോയത്? അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക്, മഹോന്നതമായ സ്വർഗത്തിലേക്കല്ലേ പോയത്? ഉമ്മു ഐമൻ, എന്തിന് കരയണം? അപ്പോൾ ഉമ്മു ഐമൻ പറഞ്ഞു, എനിക്കത് അറിയാഞ്ഞിട്ടല്ല. എനിക്കറിയാം പ്രവാചകൻ അള്ളാന്റെ അടുക്കലേക്കാ പോയത്. പക്ഷേ വഹി നിലച്ചു പോയല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുകയും അല്ലാഹുവിൻ്റെ വചനമാകുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആ വഹി നിലച്ചു പോയല്ലോ. ഇത് കേൾക്കേണ്ട താമസം അബൂബക്കറും ഉമറും കരഞ്ഞുപോയി. ഇപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഉമ്മു ഐമന്റെ ആ ചിന്ത എത്രമാത്രമാണ്, അല്ലാഹുവിൻ്റെ വഹീനോടുള്ള ആ സ്നേഹം.